എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് പോകാനുള്ള ഒരു ഒരുക്കത്തിൽ വരണമെന്ന് പറഞ്ഞപ്പോ ബഹുമാന്യരായ ഉസ്താദ് അവർകൾ ഈ മഹത്തായ മജ്ലിസിലേക്ക് വന്നിട്ടുണ്ടോ? നമുക്ക് ദീർഘമായ പ്രഭാഷണം നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ അറിയുമോ ആരാണ് ബഹുമാന്യരായ പേരോട് ഉസ്താദ് അവർകൾ? കുറ്റ്യാടിയുടെ ചരിത്രം നമുക്ക് പറയേണ്ടതില്ല. പുത്തനാശയക്കാരുടെ എല്ലാ നിലക്കുള്ള അക്രമങ്ങളിലൂടെ പരിശുദ്ധമായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അടയാളം വെച്ച് നടക്കുന്ന ഏതെങ്കിലും ഒരു മുതഅല്ലിമിനെ കണ്ടാൽ അവിടങ്ങളിൽ മുഴുവനും കളിയാക്കുമായിരുന്ന ഒരു പ്രദേശത്ത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ട് നമുക്ക് നേതൃനിരയിലുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ, നിങ്ങൾ അറിയുമോ, കൊട്ടപ്പുറത്തിന്റെ സംവാദത്തിലൂടെ ശൈഖുനാ കാന്തപുരം ഉസ്താദ് പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളെ ഒരു മൂലയിലിരുത്തിയപ്പോ അതിനുശേഷം പിന്നെയും ഉയർന്നു വന്ന വഹാബികളെയും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ എതിരാളികളെയും മഹാനായ പേരോട് ഉസ്താദ് അവർകൾ, നമുക്കറിയാം, മഞ്ചേശ്വരം മുതൽ എടമുട്ടം വരെ നടന്ന സംവാദങ്ങളിലൂടെ അത് തീർന്നിട്ടില്ല. വാഴക്കാട് മുതൽ പയ്യന്നൂരിലെ പിലാത്തറ വരെ നടന്നുള്ള ഗണ്ണന പ്രസംഗങ്ങളിലൂടെ പരിശുദ്ധമായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളെ കൊണ്ടുവരികയും ആരെങ്കിലും വിവരദോഷികൾ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവരുടെ പ്രസംഗം കൊണ്ടാണ് കേരളത്തിൽ വഹാബിസം വളർന്നു വന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് വിവരദോഷം മാത്രമാണ് എന്ന് ഈ സമയത്തിൽ ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ഇന്ന് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഏതെല്ലാം പുത്തനാശയക്കാരുണ്ടോ അതിൽ മുജാഹിദ് പ്രസ്ഥാനം എന്നുള്ളത് ഒട്ടുമിക്ക ഗ്രൂപ്പുകളായി ഛിന്ന ഭിന്നമായി കേരളത്തിൽ അഡ്രസ് ഇല്ലാതെയാകുന്ന രൂപത്തിലേക്ക് ഈ രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹാനായ പേരോട് ഉസ്താദ് അവർകൾ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഒരുപാട് കാലം പരിശുദ്ധമായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന് നേതൃത്വ നിരയിൽ നമ്മെ നയിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനരായ അബ്ദുൽ അസീസ് സഖാഫി സൂര്യ അവർകൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ഒരു അനുഭവം പറയുകയുണ്ടായി. വർഷങ്ങൾക്ക് മുമ്പ് മംഗലാപുരം ഭാഗത്തേക്ക് ഒരു പരിപാടിക്ക് വന്നിട്ട് 3-4 പരിപാടി കഴിഞ്ഞ് അവസാനമായി ബാലഹുന്നൂരിൽ ഒരു പരിപാടി കഴിഞ്ഞിട്ട് അങ്ങനെ വളരെ ക്ഷീണിതരായി വെള്ളിയാഴ്ച രാവിലെ വീട്ടിലേക്ക് എത്തുമ്പോ തന്റെ ചെറിയ മക്കൾ മുഴുവനും അവിടെ ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് ഒരു കുട്ടിയുടെ സുജൂദിൽ കാലിന്റെ വിരലുകൾ മടങ്ങാതെ കാഴ്ച കണ്ടപ്പോ ഉസ്താദ് അവർകൾ ഈ ക്ഷീണമൊന്നും വകവെക്കാതെ രാത്രി ഉറക്കൊഴിഞ്ഞിട്ട് ഇത്രയും ക്ഷീണമുണ്ടായിട്ട് പോലും മക്കളെ വിളിച്ചിട്ട്, മക്കളെ, സുജൂദ് ചെയ്യുന്ന സമയത്ത് കാലിന്റെ വിരലുകൾ മടങ്ങിയില്ല എങ്കിൽ നമ്മുടെ നിസ്കാരത്തിന് പൂർണ്ണതയില്ല. ആ സമയത്ത് പോലും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആശയങ്ങളും പരിശുദ്ധമായ ഇബാദത്തിന്റെ കാര്യങ്ങളും തന്റെ മക്കൾക്ക് പോലും ആ രൂപത്തിൽ ഉപദേശം നൽകുകയും ഇന്നും അൽഹംദുലില്ലാ മഹത്തായ സിറാജുൽ ഹുദാ എന്ന മഹത്തായ സ്ഥാപനം ഇന്ന് വലിയ ലോക പ്രശസ്തമായ ഒരു സ്ഥാപനമായി ഉയർന്നു വരികയും ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഒരു നയാ കാശ് പോലും ഇതുവരെ ശമ്പളം പറ്റാത്ത മഹത്തായ സ്ഥാപനം നടത്തിക്കൊണ്ടുവന്നിട്ട് മഹത്തായ കേരളീയ മുസ്ലിം സമൂഹത്തിന് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അനുയായികളാകുന്ന നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ എന്ന ദുആ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് സ്വാഗതമായി ആശംസിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവர்கள் ഈ മഹത്തായ പരിപാടി നമുക്ക് നേതൃത്വം നൽകിയിട്ട് നമുക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി നമുക്ക് സ്വലാത്ത്